ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു FTA വ്ളോഗ്. FTA വ്ളോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് +1 കുട്ടികൾക്കുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പീരിയോഡിക് ടേബിളിലെ എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങളെല്ലാവരുടെ കയ്യിലും പീരിയോഡിക് ടേബിൾ വേണം ഇത് കാണുമ്പോൾ. അതുപോലെ ഓഫ് ബോ ഡയഗ്രാം, എനർജി ഓഫ് ബോ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലെ എലമെൻസിനെ അറേഞ്ച് ചെയ്യുന്ന ഡയഗ്രാം അത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഒരു പേപ്പറും ഒരു പേനയും നിങ്ങൾ, അല്ലെങ്കിൽ റഫ് നോട്ടും പേനയും കൂടി നിങ്ങളുടെ കയ്യിൽ വെക്കുക. ക്ലാസ് കേൾക്കുമ്പോൾ പീരിയോഡിക് ടേബിളും ഈ ഓഫ് ബോ ഡയഗ്രവും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് ബുക്കിൽ എഴുതിക്കൊണ്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുക. വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മാജിക്കാണ് പീരിയോഡിക് ടേബിളിനകത്തുള്ള എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ആ എലമെൻസിൻ്റെ അറേഞ്ച്മെൻറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ അംബിച്ചുവിൻ്റെ മാജിക്കിന് ശേഷം ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മാജിക്കിലേക്ക് പോകാം, തുടർന്ന് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ബൈ ബൈ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിക് ടേബിൾ എന്നൊരു ഭാഗമാണ് ഈ 3ാമത്തെ എപ്പിസോഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, an electron in an atom is characterized by 4 quantum numbers. ഒരു ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണിനെ അത് നിൽക്കുന്ന സ്ഥലം എവിടെയാണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വാണ്ടം നമ്പർ. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആദ്യമായിട്ട് +1 ഈ ചാപ്റ്ററാണ് കേൾക്കുന്നതെങ്കിൽ ക്വാണ്ടം നമ്പറിനെ കുറിച്ച് അറിവുണ്ടാവില്ല. അത് അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠിച്ചവർക്ക് മാത്രമേ അറിയാവുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് ക്വാണ്ടം നമ്പർ എന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറിവിലേക്കായിട്ട് പറഞ്ഞു തരാം. ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് numbers used to specify energy, size, shape and spin of electron in an atom. ഒരു ആറ്റത്തിനകത്ത് എവിടെയാണ് ഇലക്ട്രോൺ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ ഉണ്ടാവുക ഷെല്ലിനകത്താണ്. അപ്പോൾ ഷെല്ല് ഏതൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വാണ്ടം നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. സ്മോൾ ലെറ്റർ n ആണ് അതിൻ്റെ സിമ്പൽ. ആ n = 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് K ഷെല്ലാണ്, ഒന്നാമത്തെ ഷെൽ. n = 2 എന്ന് പറഞ്ഞാൽ അത് L ഷെല്ലാണ്. n = 3 എന്ന് പറഞ്ഞാൽ M ഷെല്ലാണ്. n = 4 എന്ന് പറഞ്ഞാൽ N ഷെല്ലാണ്. K L M N. n = 1 2 3 4 ആകുമ്പോൾ K L M N എന്ന് പറയുന്ന ഷെല്ലുകൾ ഉണ്ടാവും. അതിന് ശേഷവും ഉണ്ടാവും, അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ പറഞ്ഞാൽ മതി. ഇനി ഈ ഷെല്ലിനകത്ത് എവിടെയാണ് ഇലക്ട്രോൺ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ് ഷെല്ലിനകത്താണ്. അപ്പൊ സബ് ഷെല്ല് എന്ന് പറയുന്നത് S സബ് ഷെൽ, P സബ് ഷെൽ, D സബ് ഷെൽ, F സബ് ഷെൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ സബ് ഷെല്ലിനെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വാണ്ടം നമ്പറാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അത് സ്മോൾ ലെറ്റർ L ആണ് അതിനു വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ ഒക്കെ നോക്കിയിട്ട് ഏതാണ് സബ് ഷെൽ എന്നൊക്കെ പറയാൻ പറ്റും. അതൊക്കെ നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിൽ പഠിക്കും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സബ് ഷെല്ലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുക എന്ന് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി.
പിന്നെ വരുന്നത് ഈ സബ് ഷെല്ലിനകത്ത് കുറെ ഓർബിറ്റലുകൾ ഉണ്ടാവും. ഇപ്പൊ പി ആണ് സബ് ഷെല്ലെങ്കിൽ അതിനകത്ത് പി എക്സ് ഓർബിറ്റൽ ഉണ്ട്, പി വൈ ഓർബിറ്റൽ ഉണ്ട്, പി സെഡ് ഓർബിറ്റൽ ഉണ്ട്. ഡി ആണ് സബ് ഷെല്ലെങ്കിൽ അതിനകത്ത് ഡി എക്സ് വൈ ഓർബിറ്റൽ ഉണ്ട്, ഡി വൈ സെഡ് ഓർബിറ്റൽ ഉണ്ട്, ഡി എക്സ് സെഡ് ഓർബിറ്റൽ ഉണ്ട്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഓർബിറ്റൽ ഉണ്ട്, ഡി സെഡ് സ്ക്വയർ ഓർബിറ്റൽ ഉണ്ട്. ഇങ്ങനെ 5 ഓർബിറ്റലുകൾ ഡി സബ് ഷെല്ലിനകത്തുണ്ട്. 3 ഓർബിറ്റലുകൾ പി സബ് ഷെല്ലിനകത്തുണ്ട്, പി എക്സ്, പി വൈ, പി സെഡ്. അങ്ങനെ എഫിനകത്തും ഉണ്ട്. എസിനകത്താണെങ്കിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. ആ ഓർബിറ്റലുകളെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വാണ്ടം നമ്പർ ആണ് മൂന്നാമത്തെ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതിന് എം എൽ എന്നാണ് എഴുതുക. എൽ കുറച്ച് താഴ്ത്തിയിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുക, എം എൽ. ഓക്കെ. ഇനി ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിനകത്താണ് കാണപ്പെടുക. ഷെല്ലിനകത്തുള്ള സബ് ഷെല്ലിനകത്തുള്ള ഓർബിറ്റലിനകത്താണ് ഇലക്ട്രോൺ കാണപ്പെടുക. ആ ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ആയിട്ടോ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടോ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേഷൻ സ്പിൻ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വാണ്ടം നമ്പർ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ +½ എന്നൊരു വാല്യൂ കൊടുക്കും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ -½ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര കാര്യം മാത്രമേ ഓർക്കേണ്ടതുള്ളൂ. ആറ്റത്തിനകത്ത് ഷെല്ലുണ്ട്, സബ് ഷെല്ലുണ്ട്, സബ് ഷെല്ലിനകത്ത് ഓർബിറ്റൽ ഉണ്ട്, ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺ ഉണ്ട്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന 4 ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ഇലക്ട്രോൺ നിൽക്കുന്ന സ്ഥലം അതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ എണ്ണം, അതിന്റെ പൊസിഷൻ കറക്റ്റ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ക്വാണ്ടം നമ്പർ ഓരോ വാല്യൂ എല്ലാം കൊടുക്കും. ആ വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് പൊസിഷൻ എവിടെയാണ്, റൊട്ടേഷൻ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതൊക്കെ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ. അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ പറയാൻ പോവുകയാണ്. അതിനകത്തുള്ള ആ പീരിയോഡിസിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു. അപ്പൊ ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷനും ആറ്റത്തിന് പീരിയോഡിക് ടേബിളിലുള്ള പൊസിഷനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. എന്താണ് അത് എന്നുള്ളതാണ് ഈ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഒന്നാമത്തെ പീരീഡിൽ 2 എലമെന്റ്സ് ആണുള്ളത്, ഹൈഡ്രജനും ഹീലിയവും. അപ്പൊ ഒന്നാമത്തെ പീരീഡിന് കൊടുത്തിരിക്കുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് n=1 എന്ന് പറയുന്ന K ഷെല്ലാണ്. അപ്പൊ രണ്ടാമത്തെ പീരീഡിനെ പ്രതിനിധീകരിക്കുന്നത് രണ്ടാമത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് n=2. മൂന്നാമത്തെ പീരീഡിനെ പ്രതിനിധീകരിക്കുന്നത് മൂന്നാമത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് n=3. നാലാമത്തെ പീരീഡിന് n=4, അഞ്ചാമത്തെ പീരീഡിന് n=5, ആറാമത്തെ പീരീഡിന് n=6, ഏഴാമത്തെ പീരീഡിന് n=7. അങ്ങനെ. അപ്പൊ ഒന്നാമത്തെ പീരീഡിലെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n=1. ഫസ്റ്റ് ഷെൽ, K ഷെൽ, it contains only one subshell, 1s. ഈ 1s എന്ന് പറയുന്ന സബ് ഷെല്ലിനകത്ത് ഒരു ഓർബിറ്റിൽ മാത്രമേ ഉള്ളൂ. ഒരു ഓർബിറ്റിനകത്ത് 2 ഇലക്ട്രോൺ നിൽക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ അറ്റോമിക് സ്ട്രക്ചർ പഠിച്ചവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർ കുഴപ്പമൊന്നുമില്ല. ഒരു ഓർബിറ്റിനകത്ത് 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക, ഇതായി കാണുന്ന പോലെ. അപ്പോൾ 1 എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലിനകത്ത് ഒരു സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ, 1s. ആ 1s എന്ന് പറയുന്ന ആ സബ് ഷെല്ലിനകത്തുള്ള ആ ഓർബിറ്റിനകത്ത് 2 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമായി മാറും, അതാണ് ഹൈഡ്രജൻ. രണ്ടാമത്തെ ഇലക്ട്രോണിനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട്, ഒന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് ഇലക്ട്രോൺ കറങ്ങുന്നതിന് രണ്ടാമത്തെ ഇലക്ട്രോൺ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും കാണിക്കുക. അപ്പൊ 2 ഇലക്ട്രോൺസ് ഉള്ള ആ കേസ് വരുമ്പോൾ അത് ഹീലിയമായി മാറി. അപ്പൊ 2 എലമെന്റ്സ് ഈ 2 ഇലക്ട്രോൺസിനെ പ്രതിനിധീകരിക്കുന്നു. ഒന്നാമത്തെ ഷെല്ലിൽ, ഒന്നാമത്തെ പീരീഡിൽ 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. പീരിയോഡ് ടേബിൾ വെച്ച് പറയാം, 1 ഹൈഡ്രജൻ, 2 ഹീലിയം. അതിന് കാരണം അവിടെ 1 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടിനകത്തുള്ള ഒരേ ഒരു സബ്ഷെല്ലായ എസ് സബ്ഷെല്ലിനകത്തുള്ള ഒരേ ഒരു ഓർബിറ്റിനകത്ത് 2 ഇലക്ട്രോൺസ് മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 2 ഇലക്ട്രോൺസിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു. അതുകൊണ്ട് അവിടെ 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ, 1 ഹൈഡ്രജൻ, 2 ഹീലിയം. ക്ലിയർ? യെസ്. ഇനി രണ്ടാമത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ n=2 ആണ്. ഇപ്പൊ 2 എന്ന് പറയുമ്പോൾ ആ 2 എന്ന് പറയുന്ന ഷെല്ല് എൽ ഷെല്ലാണ്. ആ ഷെല്ലിനകത്ത് 2 സബ് ഷെല്ലുകളുണ്ട്, 2s ഉം 2p.
2sഉം 2pയും. അപ്പൊ 2sനകത്ത് ഒരു ഓർബിറ്റിൽ, എസിനകത്ത് എപ്പോഴും ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസ്. അപ്പൊ 2sനകത്ത് 2 ഇലക്ട്രോൺസിന് പറ്റും. 2p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി സബ്ഷെൽ. ആ പി സബ്ഷെലിനകത്ത് 3 ഓർബിറ്റൽ ഉണ്ട്. px, py, pz. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ. ഒരു ഓർബിറ്റിനകത്ത് 2 എണ്ണാകുമ്പോൾ പി എക്സിനകത്ത് 2, പി വൈക്കകത്ത് 2, പി സെഡിനകത്തും 2, ആകെ 6. അപ്പോ പി എന്ന് പറയുന്ന സബ്ഷെലിനകത്ത് 3 പി ഓർബിറ്റലുകൾ, ഓരോ ഓർബിറ്റിനകത്തും 2 വീതം. അപ്പൊ 2, 2, 2, 6 ഇലക്ട്രോൺ പിക്കകത്ത് പ്ലേസ് ചെയ്യാം. എസിനകത്തോ 2, 2 മാറും 8. അതുകൊണ്ട് സെക്കൻഡ് പീരീഡിൽ 8 ഇലക്ട്രോൺസ് പ്ലേസ് ചെയ്യാം. ഓരോ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുമ്പോൾ ഓരോ എലമെന്റ് ആയിട്ട് മാറും. അപ്പൊ 8 എലമെന്റ്സ്. ഓക്കെ. അപ്പൊ 2sനകത്തുള്ള 2 ഇലക്ട്രോൺസ് 2 എലമെന്റിനെ പ്രതിനിധീകരിക്കും. 2pക്കകത്തുള്ള 6 ഇലക്ട്രോൺ 6 എലമെന്റ്സിനെ പ്രതിനിധീകരിക്കും. 6 2 8. അപ്പൊ 2sനകത്ത് ഒന്നാമത്തെ ഇലക്ട്രോൺസ് വന്നാൽ ഒന്നാമത്തെ എലമെന്റ് ആരാണ്? ലിഥിയം. 2sനകത്ത് രണ്ടാമത്തെ ഇലക്ട്രോൺ വന്നാൽ രണ്ടാമത്തെ എലമെന്റ് ആരാണ്? ബെർലിയം. അപ്പൊ 2s1 ഉം 2s2 ആയി. 2pക്കകത്ത് 1 വരും. അപ്പോ ബോറോൺ. 2pക്കകത്ത് 2 വരുമ്പോൾ കാർബൺ. 2pക്കകത്ത് 3 വരുമ്പോൾ നൈട്രജൻ. 2pക്കകത്ത് 4 വരുമ്പോൾ ഓക്സിജൻ. 2pക്കകത്ത് 5 വരുമ്പോൾ ഫ്ലോറിൻ. 2pക്കകത്ത് 6 വരുമ്പോൾ നിയോൺ. അപ്പൊ ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ. അങ്ങനെ 8 എലമെന്റ്സ് വന്നു. അപ്പൊ രണ്ടാമത്തെ പീരീഡിലെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണ്. അപ്പൊ അവിടെയുള്ള സബ്ഷെല്ലുകൾ 2sഉം 2pയുമാണ്. 2sനകത്ത് 2 ഇലക്ട്രോണിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 2 എലമെന്റ് ഉണ്ട്. 2pക്കകത്ത് 6 ഇലക്ട്രോൺസിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 6 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെ ആകെ 2 6 8 എലമെന്റ്സ് അവിടെ വരാം. അവരാണ് ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. അപ്പോൾ ഒരു സ്റ്റൈൽ മനസ്സിലായല്ലോ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അടുത്ത പറയൂ, ഒരു തേർഡ് പീരീഡിലേക്ക് പോവാണ്. തേർഡ് പീരീഡിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഏതിലൊക്കെയാണെന്ന് നമുക്ക് പറയാം. 3sലും 3pയിലും. തേർഡില് 3sലും 3pയിലും മാത്രമാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. തേർഡിൽ 3d കൂടി ഉണ്ട്. പക്ഷെ 3dയുടെ എനർജി 4sന്റെ എനർജി കഴിഞ്ഞിട്ടാണ് വരിക. ഓക്കെ. നിങ്ങൾ ഓഫ് ബോ ഡയഗ്രാം പഠിച്ചിട്ടുണ്ടാവും. ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ടേക്കിംഗ് പ്ലേസ് ഇൻ ദി ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ഓഫ് എനർജി. 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഓഫ് ബോ പ്രിൻസിപ്പിൾ അല്ലേ? ഓഫ് ബോ സിദ്ധാന്തം. ആ ഡയഗ്രാം ഒന്ന് നോക്കൂ. ഇതായി കാണുന്ന ഡയഗ്രാം കണ്ടില്ലേ? ഈ ഡയഗ്രത്തിൽ ഇലക്ട്രോൺ പോകുന്ന ഓർഡർ കണ്ടില്ലേ? 1s കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 2s ആണ്. 2s കഴിഞ്ഞാൽ 2p അല്ലേ? 2p കഴിഞ്ഞാൽ 3s. 3s കഴിഞ്ഞാൽ 3p. 3p കഴിഞ്ഞാൽ 3dയിലല്ല ഫില്ല് ചെയ്യുന്നത്, താഴോട്ട് വന്നിട്ട് 4s. 4s കഴിഞ്ഞിട്ടാണ് 3dയിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ 4th പീരീഡ് വരുമ്പോഴേ 4s വരുള്ളൂ. ആ 4s കഴിഞ്ഞിട്ട് 4th പീരീഡിലാണ് 3dയിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന കാര്യം പറയേണ്ടത്. അപ്പൊ നമ്മളിപ്പോൾ പറയുന്നത് തേർഡ് പീരീഡിലാണ്. അപ്പൊ തേർഡ് പീരീഡ് പറയുമ്പോൾ 3sഉം 3pയും മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. 3d അവിടെ വരുന്നില്ല. അതിന്റെ എനർജി 4sനും എന്താണ് 4pക്കും ഇടയിലാണ് അതിന്റെ എനർജി വരുന്നത്. അത് ഓഫ് ബോ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് 4th പീരീഡ് പറയുമ്പോഴാണ് 3dയെ കുറിച്ച് പറയേണ്ടത്. തേർഡ് പീരീഡിൽ പറയണ്ട. അപ്പൊ 3sഉം 3pയും മാത്രം. 3sനകത്ത് 2 ഇലക്ട്രോൺ, 3pക്കകത്ത് 6 ഇലക്ട്രോൺ, 6 2 8 ഇലക്ട്രോൺ. റെഡി? ആ 8 ഇലക്ട്രോൺസ് 8 എലമെന്റ്സിനെ പ്രതിനിധീകരിക്കും. അപ്പൊ ഏതാണത്? ആദ്യത് 3s1 വരുന്ന സോഡിയം, 11 വരുന്ന സോഡിയം. പിന്നെ 3s2 വരുന്ന മെഗ്നീഷ്യം, 12 ഉള്ള മെഗ്നീഷ്യം, അറ്റോമിക് നമ്പർ 12 ഉള്ള മെഗ്നീഷ്യം. പിന്നെ ബോറോണ് താഴെ വരുന്ന അലൂമിനിയം, 3p1. 3p2 വരുന്ന ആരാ? സിലിക്കൺ. 3p3 വരുന്നത് ഫോസ്ഫറസ്. 3p4 വരുന്നത് ആരാ? സൾഫർ. 3p5 വരുന്നത് ക്ലോറിൻ. 3p6 വരുന്നത് ആർഗൺ. ഓക്കെ. അപ്പോൾ തേർഡ് പീരീഡിൽ 8 എലമെന്റ്സ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ 4th പീരീഡിൽ വരുമ്പോൾ 4th പീരീഡ് കറസ്പോണ്ട് ടു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4. It can accommodate how many elements? നമുക്ക് നോക്കാം. 4th പീരീഡ് ആവുമ്പോൾ ഈ ഓഫ് ബോ ഡയഗ്രം, മുമ്പേ പറഞ്ഞ ഓഫ് ബോ ഡയഗ്രം തന്നെ എടുക്കാം. 4s തുടങ്ങി
പിന്നെ ഇതിലേക്ക് പോയി 3D പോയി, പിന്നെ 4P. ഇപ്പൊ 4S 3D 4P, 4S 3D 4P. പക്ഷെ അവിടെ ആരുണ്ട് 4-ല്? 4D ഉണ്ട്, 4F ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ എനർജി 5S വന്നതിന് ശേഷം മാത്രമേ വരുള്ളൂ. അത്ര എനർജി കൂടുതലാണ് അവർക്ക്, 5S കൂടുതലാണ് അവർക്ക്. അപ്പൊ 5S വന്നു കഴിയുമ്പോൾ അത് അടുത്ത പീരീഡ് ആണ്. അപ്പൊ അടുത്ത പീരീഡ് പറയുമ്പോൾ മാത്രമേ അവർ കയറി വരുള്ളൂ. അപ്പൊ തൽക്കാലം ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? 4S 3D 4P. റെഡി? അപ്പൊ 4th പീരീഡിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 4Sനകത്ത് 2 അല്ലെ? പിന്നെ 3Dക്കകത്ത് 10, 3Dക്കകത്ത് 5 ഓർബിറ്റൽ 10 ഇലക്ട്രോൺസിനെ പ്ലേസ് ചെയ്യാൻ പറ്റും, 10 എലമെന്റ്സ്. പിന്നെയോ 4Pക്കകത്ത് 6 ഇലക്ട്രോൺസ്, അപ്പൊ 6 എലമെന്റ്സ്. അപ്പൊ ആകെ എത്രയാ? 2 + 10 + 6 18. അപ്പൊ 4th പീരീഡില് 18 എലമെന്റ്സ്. ഏതൊക്കെയാണെന്ന് പീരിയോഡിക് ടേബിൾ നോക്കി വായിക്കുക. ഓക്കെ. സോ പൊട്ടാസ്യം തുടങ്ങിയിട്ട് ഇങ്ങനെ പോകും, ക്രിപ്റ്റോൺ വരെ പോകുന്ന 18 എലമെന്റ്സ്. ഇനി നമുക്ക് 5th പീരീഡിലേക്ക് വരാം. അപ്പൊ അതിന് കറസ്പോണ്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n = 5 ആണ്. അവിടെ ഏതൊക്കെയാണ് സബ്ഷെല്ലിൽ വരിക? 5S വരും. ഈ ഓക്വേർഡ് ഡയഗ്രം നോക്കൂ, 5S വരും. പിന്നെ എവിടത്തേക്ക് പോകും? 4, 5S, 4D, 5P. 5Sനകത്ത് 2 ഇലക്ട്രോൺസ് 2 എലമെന്റ് വരാം. 4Dക്കകത്ത് 10 ഇലക്ട്രോൺസ് 10 എലമെന്റ് വരും. പിന്നെയോ 5Pക്കകത്ത് 6 ഇലക്ട്രോൺസ് 6 എലമെന്റ്സ്. അപ്പൊ ആകെ 2, 10, 6, 18. അപ്പൊ 5th പീരീഡിലും 18 എലമെന്റ്സ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, റുബീഡിയം തുടങ്ങിയിട്ട് സിനോൺ വരെയുള്ള 18 എലമെന്റ്സ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് 6th പീരീഡ് ആണ്. 6th പീരീഡിൽ ഏതൊക്കെ സബ്ഷെല്ലാ വരിക? 6S വരും. ഡയഗ്രം നോക്കൂ, ഓഫ് ബോർഡ് ഡയഗ്രം നോക്കൂ. 6S കഴിയും വരും. പിന്നെയോ 4F വരും. പിന്നെയോ 5D വരും. പിന്നെയോ 6P വരും. അപ്പൊ 6S, 4F, 5D, 6P. ഇതിൽ 4Fനകത്തുള്ള 14 എലമെന്റ്സ് പീരിയോഡ് ടേബിളിൽ അവിടെയല്ല കാണുക, 5th പീരീഡിലല്ല കാണുക, താഴെയാണ് കാണുക. അതിനാണ് ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. റെഡി? അപ്പോ 6th പീരീഡില് 6S, പിന്നെ 4F താഴോട്ട് മാറ്റി വെച്ചു, പിന്നെ 5D ഫില്ല് ചെയ്തു, പിന്നെ 6P. 6S 2 ഇലക്ട്രോൺസ്, 4F 14 ഇലക്ട്രോൺസ്, 5D D ആകുമ്പോൾ 10 ഇലക്ട്രോൺസ്, 6P 6 ഇലക്ട്രോൺസ്. അങ്ങനെ ആകെ 32 ഇലക്ട്രോൺസ് ആണ്. 2 + 14 + 10 + 6. 2 + 14 16 + 10 26 + 6 32. ആ 32 എലമെന്റ്സ് ആ പീരീഡ് നോക്കിയാൽ കാണില്ല. 4F 14 ഇലക്ട്രോൺസ് താഴെയാണ് കാണുക. ക്ലിയർ? യെസ്. ഇനി നമുക്ക് 7th പീരീഡിലേക്ക് പോകാം. ഇറ്റ് കറസ്പോണ്ട് ടു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 7. ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഹൗ മെനി എലമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഓഫ് ബോർഡ് ഡയഗ്രത്തിൽ 7S എടുത്തു. 7S കഴിഞ്ഞാൽ പിന്നെ 5F അല്ലെ? 5F കഴിഞ്ഞാൽ 6D, 6D കഴിഞ്ഞാൽ പിന്നെ 7P. 7Sനകത്ത് 2 ഇലക്ട്രോൺ, 5Fനകത്ത് 14 ഇലക്ട്രോൺ, പിന്നെ 6Dക്കകത്ത് 10 ഇലക്ട്രോൺ, 7Pക്കകത്ത് 6 ഇലക്ട്രോൺ. ഇവിടെയും 32 ഇലക്ട്രോൺ. പക്ഷെ ഇതും ആ പീരീഡ് നോക്കിയാൽ 32 ഇലക്ട്രോൺസിനെ കാണില്ല. 5Fൽ പെടുന്ന 14 എലമെന്റ്സ് ആക്ടിനോയിഡ്സ് എന്ന പേരിൽ പീരിയോഡിക് ടേബിളിന്റെ താഴെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ 7Sലും 6Dയിലും 7Pയിലുള്ള എലമെന്റ്സ് മാത്രമേ ആ ഒരു പീരീഡിൽ കാണുകയുള്ളൂ. മറ്റേ 14 താഴെയാണ് വെച്ചിരിക്കുന്നത്. അവിടെയും 7Sൽ 2, 6Dയിൽ 10, 7Pയിൽ 6, അവിടെ 18 കാണും. താഴെ 5Fൽ 14. അങ്ങനെ ആകെ 32 ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ 18 കാണും, താഴെ 14. ആ ഒരു പീരീഡിന്റെ അവസാന ഭാഗം ചില ഭാഗങ്ങളിലൊക്കെ എലമെന്റ്സിന്റെ പേര് ഒഫീഷ്യലി UPSC കണ്ടെത്തുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് ഞാൻ അന്ന് പറഞ്ഞ പോലെ UUP, UUD എന്നെല്ലാം പറഞ്ഞിട്ടുള്ള
പേരുകളാണ് അവിടെ കാണുക. അത് ഒഫീഷ്യലായിട്ട് IUPAC അത് നല്ലൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ, സ്ഥലത്തിന്റെ പേരോ സയന്റിസ്റ്റിന്റെ പേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് 2 ലെറ്ററുള്ള സിമ്പിൾ അവിടെ വരും. അപ്പൊ അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അൺഒഫീഷ്യലായിട്ട് അല്ലെ ഒക്തിയം ഇന്നിയം അല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള പേരുകളായിരിക്കും കൊടുക്കുക സിമ്പിളായിട്ട്. അപ്പൊ പീരിയോഡ് ടേബിളിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇതുവരെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ മനസ്സിലാക്കുന്ന വിചാരിക്കുകയാണ്. ഒന്നുമില്ല, പീരിയോഡ് ടേബിളിൽ ഓരോ പീരീഡിനെയും ഓരോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പ്രതിനിധീകരിക്കുന്നത് ആദ്യം മനസ്സിലുറപ്പിക്കുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഷെല്ലാണ്. ഒന്നാമത്തെ n=1 എന്ന് പറയുമ്പോൾ K ഷെല്ലാണ്, അതാണ് ഒന്നാമത്തെ പീരീഡ്. n=2 എന്ന് പറഞ്ഞാൽ L ഷെല്ലാണ്, അത് രണ്ടാമത്തെ പീരീഡ്. n=3 മൂന്നാമത്തെ പീരീഡ്. n=4 4, n=5 5, n=6 6, n=7 7th പീരീഡ്. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് എന്ന് പറയുന്നത് 1s മാത്രമേ ഉൾക്കൊള്ളൂ. അത് നിങ്ങൾ ഓഫ് ബോർഡ് ഡയഗ്രം നോക്കിയാൽ മതി. ആ ഡയഗ്രത്തിൽ ഇലക്ട്രോൺ പോകുമ്പോൾ ഈ ഫസ്റ്റ് 1 2 3 നമ്പറിൽ 1s 2s 3s എന്ന് പറയുമ്പോൾ ആ 1 2 3 നമ്പർ ഇല്ലേ, ആ 1 എന്ന് പറയുന്ന അടുത്ത ഹയർ നമ്പറിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിർത്തുക. അതാണ് ഒരു പീരീഡ് ഉണ്ടാവും. 1s അടുത്ത 2s ആണ്, അപ്പൊ അവിടെ നിർത്തുക. അപ്പൊ 1s 2 ഇലക്ട്രോൺസ്. അടുത്ത 2s 2p, പിന്നെ അടുത്ത 3s ആണ്, 3s പോയിരുന്നാണ് നിർത്തുക. അപ്പൊ 2s 2p. അപ്പൊ അടുത്ത പീരീഡിൽ 2s 2p കൂടി 8 എലമെന്റ്സ്. അടുത്ത നമ്മൾ പറയുമ്പോൾ 3s 3p, പിന്നെ 4sലേക്കാണ് പോകേണ്ടത്. അത് കഴിഞ്ഞ് 3d വരുള്ളൂ. 4s പോരുത്, 4 ഹയർ നമ്പറില്ല, അവിടെ നിർത്തണം. അപ്പൊ 3s 3p മാത്രം. അപ്പൊ വീണ്ടും 8. അടുത്ത പറയുമ്പോൾ 4s, പിന്നെ താഴോട്ട് പോവാം 3d 4p, പിന്നെ 5s 5 പറയരുത്, ഹയർ നമ്പർ അല്ലേ, അവിടെ നിർത്തുക. അപ്പൊ 4s 3d 4p. അപ്പൊ എത്ര എലമെന്റ്സ്? 18 എലമെന്റ്സ് അല്ലേ. അടുത്ത് നോക്കുമ്പോൾ വീണ്ടും 18 എലമെന്റ്സ്, പിന്നെ 32 എലമെന്റ്സ്, പിന്നെ 32 എലമെന്റ്സ് വരെ ആവാം. ഇൻകംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ 118 എലമെന്റ്സ് ഫുള്ളായി വരികയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വരും. അപ്പൊ ഈ രീതിയിൽ ഓഫ് ബോർഡ് ഡയഗ്രത്തിൽ നമ്മൾ ഓരോ കട്ട് ഹയർ നമ്പർ വരുന്ന സ്ഥലത്തേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എത്രയാണ് ഓരോ പീരീഡ് എലിമെന്റ്സ് വരുന്നത് മനസ്സിലായി. ഹയർ നമ്പറിലേക്ക് വരുന്നത് കട്ട് ചെയ്യാന്ന് പറയുന്നത് മനസ്സിലായില്ലേ. 1s നിന്ന് 2sലേക്ക് പോകുമ്പോൾ അവിടെ നിർത്തുക. 2 എന്ന് പറയുന്നത് ഹയർ നമ്പർ അല്ല. അപ്പൊ 1s മാത്രം ഒന്നാമത്തെ പീരീഡ് 2 എലമെന്റ്സ്, 2s 2p പറഞ്ഞ് 3sലേക്ക് പോകരുത്. 3 ഹയർ നമ്പർ അല്ലേ, 2നേക്കാളും, അവിടെ നിർത്തുക. അപ്പൊ 2s 2p മാക്സിമം ഉൾക്കൊള്ളുന്ന എലമെന്റ്സ് നോക്കുക 8. അടുത്ത 3s 3p 3dയിലേക്ക് പോകുന്നില്ല, 4sലേക്കാ പോകുന്നത്. 4sലേക്ക് പോകരുത്. അപ്പൊ 3s 3p മാത്രം. അപ്പൊ അവിടെ 8 എലമെന്റ്സ്. ഹയർ നമ്പറിലേക്ക് പോകുന്ന കട്ട് ചെയ്ത് പറയാം. പിന്നെ പോകുന്ന ഓർഡർ ഓഫ് ബോർഡ് ഡയഗ്രം പ്രകാരം ആയിരിക്കണം. അതെല്ലാം പഠിച്ചു വെക്കണം. ഓഫ് ബോർഡ് ഡയഗ്രം പ്രകാരം മാത്രമേ ഇലക്ട്രോൺസ് പോവുകയുള്ളൂ. 1s കഴിഞ്ഞാൽ 2s കഴിഞ്ഞാൽ 2p കഴിഞ്ഞാൽ 3s കഴിഞ്ഞാൽ 3p കഴിഞ്ഞാൽ 3d അല്ല 4s. 4s കഴിഞ്ഞിട്ടാണ് 3d, മനസ്സിലായോ? പിന്നെ 4p, പിന്നെ 5s കഴിഞ്ഞിട്ടാണ് 4f. ഓക്കെ, ആ പറയുന്ന ഒരു ഓർഡർ കൃത്യമായിട്ട് ഓഫ് ബോർഡ് ഡയഗ്രം പ്രകാരമുള്ള ഓർഡർ നിങ്ങൾ എല്ലാവരും നോക്കണം. അത് പ്രകാരം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പീരിയോഡ് ടേബിളിനകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, യെസ്, എല്ലാവരും ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പീരിയോഡ് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യം നോക്കുക. എന്നിട്ട് നന്നായിട്ട് മനസ്സിലാവുക. നന്നായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.